ഈ കാലഘട്ടത്തിലുള്ള എത്ര പേർക്ക് ഇദ്ദേഹത്തിന്റെ പേരറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ മിക്കവർക്കും ഇദ്ദേഹത്തെ അറിയാം. കാരണം നമ്മുടെ ഹരിഹർ നഗറിലെ അപ്പൂപ്പൻ കഥാപാത്രവും പിന്നെ മഴവിൽക്കാവടി മൂവിയിലെ മീശക്കാരനായ വാസു എന്ന കഥാപാത്രവും. പറവൂർ ഭരതൻ എന്ന ഇദ്ദേഹം 1960 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കരിയർ തുടങ്ങി മൊത്തത്തിൽ 250ഓളം പടങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും പുള്ളിയെ അറിയാവുന്ന നമ്മളെല്ലാവരും ഇപ്പോഴും പുള്ളിയെ ഓർക്കുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങൾ കൂടിയായിരിക്കും. നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെയൊക്കെ പോലെ സ്വാഭാവിക അഭിനയത്തിന്റെ കാര്യത്തിൽ പുള്ളി ഒരു മികച്ച നടനാണെങ്കിലും 80സിലൊന്നും ഒടുവിലിന് കിട്ടിയിട്ടുള്ള അത്ര പോലും ഇമ്പോർട്ടൻസ് ഉള്ള കഥാപാത്രങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞതിൽ തർക്കമുള്ളവർ ചിലപ്പോൾ മേലെപ്പറമ്പിൽ ആൺവീട്ടിലെയും ഓർക്കാപ്പുറത്തിലെയും പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെയും കഥാപാത്രങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കുമായിരിക്കാം. പക്ഷെ സത്യത്തിൽ ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് റോളൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ ഒരു ടാലന്റിൽ ആ കഥാപാത്രങ്ങൾക്ക് ഒരു പൊലിമയും ജീവനും ഒക്കെ ഉണ്ടായി എന്നാണ് സത്യം. ഒരു കാര്യവും ഇല്ലാത്ത റോളുകൾ ഇദ്ദേഹം ചെയ്ത് അതിനെ ലിഫ്റ്റ് ചെയ്യാറുള്ളത് കൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഫാനായത്. ഞാൻ പിന്നെ പുള്ളിയെ പറ്റി ഇവിടെ പറയാനുണ്ടായ മറ്റൊരു റീസൺ, ഞാൻ ഓർത്തിരിക്കാറുള്ള അപൂർവം കോമഡികളിൽ 2 എണ്ണം പുള്ളിയുടെയാണ്. ഒന്ന് ഹരിഹർ നഗറിലെ ഈ രംഗമാണ്. അവളെ ആരോ കൊല്ലാൻ വരണ മാതിരി തോന്നിയെന്ന് എന്നൊക്കെ ഫിലോമിനയുടെ കഥാപാത്രത്തിനോട് പറഞ്ഞ ശേഷം വളരെ സ്വാഭാവികതയോടെ പുള്ളി പറയുന്ന മറ്റൊരു ഡയലോഗ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറയാമല്ലോ, നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് കൊല്ലണമെന്ന് തോന്നും. എനിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തേത് മഴവിൽക്കാവടിയിലെ ആ കാർ കൊണ്ടുപോയി ഇടിച്ചിട്ട് പന്തുരുണ്ട് വരുമ്പോൾ കുണുങ്ങി കുണുങ്ങി പുള്ളി ഓടി വരുന്നതും വന്ന ശേഷം വണ്ടി ഇടിച്ച കാര്യം പറയുമ്പോഴൊക്കെയുള്ള ആ ഒരു ബോഡി ലാംഗ്വേജും പിന്നെ ഇടിക്കാനുണ്ടായ റീസണൊക്കെ ഓർത്തിട്ടാണ് ചിരിക്കുക. വണ്ടി ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു വരെ അവിടെ നിൽക്കണേ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. സത്യത്തിൽ പുള്ളിയുടെ തമാശ കഥാപാത്രങ്ങൾ ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും എന്നുള്ളതാണ് സത്യം. എന്താണ് ഇദ്ദേഹത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം?